നമസ്കാരം. ആയുർ വില്ലേജിൽ നിന്ന് റിച്ച് ഫാർമറാണ്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അതായത് ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം മുതലായ 3 കാര്യങ്ങളാണ് പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങളായിട്ട് നമുക്ക് വേണ്ടി വരുന്നത്. അതിൽ പാർപ്പിടവും വസ്ത്രവും നമുക്ക് സെക്കൻഡറി ആണ്. അതായത് അതില്ലെങ്കിലും നമുക്ക് ജീവിക്കാമെന്നുള്ളതാണ്. ഭക്ഷണം എന്ന് പറയുന്നത് നമുക്കില്ലെങ്കിൽ പരമാവധി എത്ര ദിവസം പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. കൃഷി എന്നുള്ള ഒരു മേഖലയിൽ നിന്നാണ് നമുക്ക് ആവശ്യമായ ഭക്ഷണം എത്തിച്ചേരുന്നത്. നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് തന്നെ കൃഷിയാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത്തരമൊരു കൃഷി മേഖലയ്ക്ക് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എത്രത്തോളം ചെറുപ്പക്കാർ കടന്നു വരുന്നു, അല്ലെങ്കിൽ എത്ര പ്രതിസന്ധികൾ നേരിട്ടിട്ടാണ് ഒരു കൃഷിയും അല്ലെങ്കിൽ ആ കർഷകനും മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ എത്രത്തോളം ചെറുപ്പക്കാർ, അതായത് ഒരു 35 വയസ്സിന് താഴെ കണ്ട് എത്ര പേര് കൃഷിയിലേക്ക് വരുന്നു എന്നുള്ളത് നമ്മൾ നമ്മുടെ ചുറ്റുവട്ടം ഒന്ന് കണ്ണോടിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈ കൃഷി എന്ന് പറയുന്ന ഒരു മേഖലയിൽ തന്നെ ഏറ്റവും ഒഴിച്ചുകൂടാനാകാത്ത ഒരു വിഭാഗമാണ് ഈ ക്ഷീരമേഖല എന്ന് പറയുന്നത്. അതായത് പശു വളർത്തലുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് ഇന്നത്തെ ജീവിതമാർഗമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഈ ഒരു ആനുകാലിക കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ ക്ഷീരമേഖലയെ സംബന്ധിച്ചിടത്തോളം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് അത് പരിഹരിച്ചില്ലെങ്കിൽ ഈ ഒരു മേഖല വരുന്ന ഒരു 10-20 വർഷം അല്ലെങ്കിൽ ഒരു 30 വർഷത്തിന് ശേഷം ഇതിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ഇപ്പം തന്നെ ഏകദേശം ഒരു രൂപം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇപ്പോൾ നമുക്ക് ഏവർക്കും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, LDF ഗവൺമെൻറ് നവകേരള സദസ്സ് എന്ന് പറയുന്ന ഒരു പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പരിപാടിയാണത്. അപ്പോൾ അത് ഞാൻ ഉൾപ്പെടുന്ന ഈ വേലൂര് പഞ്ചായത്തിലെ കുന്നംകുളം ബ്ലോക്കിൻ്റെ ഒരു സെമിനാറുമായി ബന്ധപ്പെട്ട് എന്നെ ക്ഷണിച്ചിരുന്നു. അപ്പോൾ അതിൽ ഓരോ മേഖലയിലും വിദഗ്ധരായിട്ടുള്ള അല്ലെങ്കിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള ആൾക്കാരുടെ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെമിനാറായിരുന്നു അത്. അപ്പോൾ അതിൽ ആ മേഖലയുമായി ക്ഷീരമേഖല, കൃഷി, ഭക്ഷ്യ സംരക്ഷണം അങ്ങനെയുള്ള മേഖലയിൽ ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പറയാനായിട്ട് അത് ചെയ്യുന്ന ആ മേഖലയിൽ ബന്ധപ്പെട്ട പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള ആൾക്കാരുടെ ഒരു സെമിനാറിന് വേണ്ടിയിട്ട് പോയിരുന്നു. അപ്പോൾ അതിൽ ക്ഷീരമേഖല, മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അതിൽ ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാനും കുറച്ച് പോയിന്റ്സ് പറഞ്ഞു. അതുപോലെ മൃഗാശുപത്രിയിലെ ഡോക്ടർമാർ, ക്ഷീരമേഖലയിലെ ക്ഷീരവികസന വകുപ്പിലെ ഡയറക്ടർമാർ മുതലായ ക്ഷീര കർഷകർ, അങ്ങനെ എല്ലാവരും കൂടിയിട്ടുള്ള നല്ലൊരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു സെമിനാറാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അന്നത്തെ ആ സെമിനാറിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളും അതേപോലെ ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാര മാർഗങ്ങളും കൂടി നിർദ്ദേശിക്കുകയുണ്ടായി. അപ്പോൾ അതിൽ പ്രസക്തമായ കുറച്ച് പോയിന്റുകൾ ഞാൻ ഒരു പ്രസൻറ്റേഷൻ രൂപത്തിൽ ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ പ്രത്യേകിച്ച് ക്ഷീരകർഷകർ മാത്രം കണ്ടാൽ പോരാ, നമ്മൾ കേരളത്തിലെ ഓരോ ജനത എന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും, പൊതുജനങ്ങളെല്ലാവരും ഇത് കാണാനായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം നമ്മൾ വീണ്ടും പാലിനോ പാലുൽപ്പന്നങ്ങൾക്കോ വില കൂട്ടുമ്പോൾ ഇതെന്തുകൊണ്ടാണ് കൂട്ടുന്നത്, എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ചേതോവികാരങ്ങൾ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടി അവതരിപ്പിക്കുന്നത്. അതുപോലെ ഈ വീഡിയോ ബന്ധപ്പെട്ട അധികാരത്തിലിരിക്കുന്ന ആൾക്കാർക്കും രാഷ്ട്രീയത്തിലിരിക്കുന്ന ആൾക്കാർക്കും അതുപോലെ ബന്ധപ്പെട്ട എല്ലാവരിലേക്കും എത്തിക്കാനായിട്ട് നിങ്ങൾ പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഉൽപ്പാദന ചെലവ് കൂടുതലാണെന്നുള്ളതാണ്. അതായത് നമ്മൾ ദിനംപ്രതി കേൾക്കുന്ന ഒരു ന്യൂസാണ് ഈ ഉൽപ്പാദന ചെലവ് കൂടുതൽ എന്നുള്ള കാര്യം. ഉൽപ്പാദന ചെലവ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും തീറ്റ ചെലവാണ് ഉദ്ദേശിക്കുന്നത്. അതായത് കൈത്തീറ്റ, നമ്മൾ കൊടുക്കുന്ന പെല്ലറ്റോ അല്ലെങ്കിൽ ധാന്യങ്ങളോ പിണ്ണാക്ക് തുടങ്ങിയ ഐറ്റംസിന് ഓരോ മാസം തോറും കമ്പനിക്കാർ വില കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു കടിഞ്ഞാണിടാനായിട്ട് ഇതുവരെ ഗവൺമെൻറ്റിനും സാധിച്ചിട്ടില്ല, കർഷകർക്കും ആർക്കും സാധിച്ചിട്ടില്ല. എന്നാൽ പ്രാദേശികമായിട്ട് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കാത്ത റോ മെറ്റീരിയൽസാണ് ഇതെല്ലാതും എന്നുള്ളതൊരു പ്രത്യേകതയാണ്. എല്ലാ സാധനങ്ങളും നമ്മൾ തമിഴ്നാട് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് ഉണ്ടാക്കുന്നത്. കമ്പനികളാണെങ്കിൽ കൂടി ഇതെല്ലാതും അത്രയും ബൾക്കായിട്ട് എടുത്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് ഉൽപ്പാദന ചെലവ് നിയന്ത്രിക്കാനായിട്ടുള്ള പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ളത് പ്രാദേശികമായിട്ടുള്ള കാലിത്തീറ്റ നിർമ്മാണ യൂണിറ്റുകൾ ഗവൺമെൻറ് സബ്സിഡിയോടുകൂടി ജില്ലാടിസ്ഥാനത്തിൽ സ്ഥാപിക്കുക എന്നുള്ളതാണ്. അതായത് പ്രാദേശിക കാലിത്തീറ്റ നിർമ്മാണ യൂണിറ്റുകൾ, അതിൻ്റെ കൺട്രോളിങ് ഒന്നുമില്ലെങ്കിൽ
ഗവൺമെൻറ് തലത്തിലുള്ള ഏതെങ്കിലും ക്ഷീരവികസനവുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലസ്റ്റർ കർഷകരെ രൂപീകരിച്ച് ക്ലസ്റ്ററുകളുടെ അടിസ്ഥാനത്തിലോ കർഷക സംഘങ്ങളുടെ അടിസ്ഥാനത്തിലോ അങ്ങനെ സബ്സിഡിയോട് കൂടിയിട്ട് സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാ കർഷകരുടെയും ഒരു അഭിപ്രായം എന്ന് പറയുന്നത് പുറത്തുനിന്ന് ബൾക്കായിട്ട്, അതായത് ടൺ കണക്കിന് തീറ്റ റോ മെറ്റീരിയൽസ് എടുത്താൽ മാത്രമേ നമുക്ക് അത്രയും ലാഭമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കർഷകനോ 2 കർഷകനോ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇത് സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ രീതിയിൽ കുറച്ചധികം ആൾക്കാർ കൂടി ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവരിക എന്നുള്ള ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അടുത്തതായിട്ട് കാലിത്തീറ്റ സബ്സിഡി പദ്ധതികളിൽ എല്ലാ പഞ്ചായത്തുകളിലും 5 മാസമെങ്കിലും നടപ്പാക്കാനുള്ള തുക വകയിരുത്തുക. നിലവിൽ പല പഞ്ചായത്തുകളിലും പേരിന് മാത്രം നാമമാത്രമായിട്ടുള്ള പദ്ധതിയാണ് ഇതിൻ്റെ കീഴിൽ നടപ്പിലാക്കുന്നത്. അതായത് 1 മാസം അല്ലെങ്കിൽ ഒരു കർഷകന് പരമാവധി 2 ചാക്ക് ഒരു വർഷത്തിൽ. അതൊക്കെ എത്രത്തോളം പ്രായോഗികമാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ചുരുങ്ങിയത് 5 മാസമെങ്കിലും അങ്ങനെ സബ്സിഡി കാലിത്തീറ്റയ്ക്ക് ഓരോ ചാക്കിനും സബ്സിഡി നടപ്പിലാക്കാനുള്ള പദ്ധതികൾ വകയിരുത്തണം എന്നുള്ളതാണ് ആവശ്യം. പിന്നെ പറയാനുള്ളത്, തീറ്റപ്പുൽ കൃഷി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കർഷകർക്ക് സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നതിന് പ്രാദേശികമായ ഇടപെടലുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരുപാട് പേർക്ക് നമ്മുടെ കേരളം പോലെയുള്ള ഒരു ചെറിയ സംസ്ഥാനത്തിന് കർഷകർക്ക് ആഗ്രഹമുണ്ടെങ്കിലും അത് നടപ്പിലാക്കാനായിട്ട് സ്ഥലമില്ല എന്നുള്ളത് വലിയൊരു വസ്തുതയാണ്. അപ്പോൾ ഒരുപാട് ഗവൺമെൻറ് തലത്തിൽ കുറച്ച് സ്ഥലങ്ങൾ തരിശു ഭൂമികളായിട്ട് കിടക്കുന്ന അങ്ങനെയുള്ള ഡാറ്റാബേസ് ഉണ്ടെങ്കിൽ അത് കർഷകർക്ക് തീറ്റപ്പുല്ല് കൃഷി ചെയ്യാനായിട്ടുള്ള ഒരു ഇടപെടലുകൾ സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളത് ഒരു ആവശ്യമായിരുന്നു. പിന്നീട് വേനൽക്കാല വിളയായ ചോളകൃഷി പ്രോത്സാഹിപ്പിക്കുക. ഇപ്പോൾ ഗവൺമെൻറ് തലത്തിൽ തന്നെ അവർ മന്ത്രിയും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ചോളകൃഷി ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ, അതിൻ്റെ വിത്ത് സംഘടിപ്പിച്ച് കൊടുക്കുക, അതിൻ്റെ ട്രെയിനിങ്ങുകൾ, അതിന് വേണ്ട സ്ഥലം, അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. പിന്നീട് വരുന്നത് പ്രാദേശിക വിളകളായിട്ടുള്ള മുരിങ്ങ, ശീമക്കൊന്ന, അകത്തിച്ചീര, സുബാബിൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള പദ്ധതികൾ ലഭ്യമാക്കുക. ഇതെല്ലാവരും നമുക്ക് വളരെ എളുപ്പം നമ്മുടെ പ്രാദേശികമായിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന കാര്യങ്ങളാണ്. ഒരുപാട് കർഷകർക്ക് ഇതിൻ്റെ ഒരു ഗൗരവം ഇപ്പോഴും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ കൃഷി ഇത്തരം മുരിങ്ങ, ശീമക്കൊന്ന അങ്ങനെയുള്ള പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലുള്ള ചീരവർഗ്ഗങ്ങൾ, പയറുവർഗ്ഗങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള പദ്ധതികൾ ലഭ്യമാക്കാനുള്ള സംവിധാനം കൂടി ഗവൺമെൻറ് ഉടനടി ലഭ്യമാക്കേണ്ടതാണ്. അടുത്തതായിട്ട് മൃഗചികിത്സാരംഗത്തെ അപര്യാപ്തതകളാണ്. അതൊരു പ്രധാന ഹെഡിങ്. അതിൻ്റെ കീഴെ കുറച്ച് പ്രതിസന്ധികളും പരിഹാര മാർഗങ്ങളും നമുക്ക് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് വരുന്നത് കന്നുകാലികളുടെ വന്ധ്യതാ പ്രശ്നങ്ങളാണ്. ഇപ്പോഴത്തെ നമ്മുടെ ഏറ്റവും താഴെ തട്ടിലുള്ള ക്ഷീരകർഷകരുടെ ഇടയിൽ പോയാലും അല്ലെങ്കിൽ ഫാമുകളിൽ പോയാലും പ്രധാന ഒരു പ്രശ്നം, അവരുടെ മാനേജ്മെൻറ്റിലെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് പശു ചെന പിടിക്കുന്നില്ല എന്നുള്ളതായിരിക്കും. അതായത് വന്ധ്യത, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വന്ധ്യത എന്ന് പറയും. ഈ ഇൻഫെർട്ടിലിറ്റി എങ്ങനെ നമുക്ക് ഉണ്ടാകുന്നു എന്നുള്ള കാര്യം ഒരു ഗവൺമെൻറ് തലത്തിലോ ഇന്നേ വരെ ഒരു സർവേ നടത്തിയിട്ടില്ല. അതിന് ശാസ്ത്രീയമായിട്ടുള്ള ക്യാമ്പുകൾ പഞ്ചായത്ത് തലത്തിൽ തന്നെ സംഘടിപ്പിക്കുക, കർഷകരുടെ വീടുകളിൽ പോയിട്ട് അല്ലെങ്കിൽ ഫാമുകളിൽ പോയിട്ട് സർവേ നടത്തി ചെന പിടിക്കാത്ത കാരണങ്ങൾ കണ്ടെത്തി പരിഹാരം കാണുക എന്നുള്ളത് വളരെ അർജൻറ്റായിട്ട് ചെയ്യുന്ന കാര്യമാണ്. ഈ ക്ഷീരമേഖല നഷ്ടം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ പശുക്കൾ ഓരോ വർഷം ഓരോ കുട്ടി പ്രസവിച്ച് അടുത്ത വർഷം അതിനനുസരിച്ച് അടുത്ത കുട്ടി പ്രസവിക്കാനുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തി നിർത്തുക എന്നുള്ളതാണ്. പക്ഷേ അതിനൊരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഈ ചെന പിടിക്കാത്ത കാര്യങ്ങൾ. ഒന്നുമില്ലെങ്കിൽ തീറ്റയുടെ പ്രശ്നങ്ങൾ, ശരിക്കുള്ള കാൽസ്യം അല്ലെങ്കിൽ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ കുറവ്, മിനറൽ മിക്സറസിൻ്റെ കുറവ്, അതുമല്ലെങ്കിൽ അവരുടെ നിൽക്കുന്ന ആ അന്തരീക്ഷം, ചൂട്, അവർ ഇൻസിമിനേറ്റ് ചെയ്യുന്ന ആ ഘടകങ്ങൾ, ഏത് സമയത്താണ് ചെയ്യേണ്ടത്, അങ്ങനെ പശുവിൻ്റെ ആരോഗ്യം, പല രീതിയിലുണ്ട് അതിൻ്റെ കാരണങ്ങൾ. അപ്പോൾ അത് ഒരു സർവേ, ശാസ്ത്രീയമായിട്ടുള്ളൊരു സർവേ നടത്തുക, എന്നിട്ട് അതിൻ്റെ ഏത് പ്രശ്നമാണെന്നുള്ളത് കണ്ടെത്തി അതിനെ പരിഹരിക്കാനായിട്ടുള്ള ഉടനടിയുള്ള ഒരു പരിഹാര മാർഗം കണ്ടെത്തേണ്ടതുണ്ട്. പിന്നെ വരുന്നത് മൃഗാശുപത്രികളിലെ സൗകര്യക്കുറവുകളാണ്. സ്വാഭാവികമായിട്ടും എല്ലാ കർഷകരും നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാന പ്രശ്നമാണ് മൃഗാശുപത്രിയിലെ സൗകര്യക്കുറവുകൾ. നമുക്ക് ഒരു പ്രശ്നമായിട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് മരുന്നുകൾ പുറത്തുനിന്ന് മേടിക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യമാണ്. ഡോക്ടർമാരുണ്ടെങ്കിൽ കൂടി കർഷകരെ സംബന്ധിച്ചിടത്തോളം വില കൂടിയ മരുന്നുകളൊക്കെ പുറത്തുനിന്ന് മേടിക്കണം. നമുക്ക് മൃഗാശുപത്രിയിൽ ലഭ്യമായിട്ടുള്ള കോമൺ ആയിട്ടുള്ള മരുന്നുകൾ എന്ന് പറയുന്നത് വരയുടെ മരുന്ന്, അല്ലെങ്കിൽ പനിയുടെ മരുന്ന്, ചില സമയത്ത് കാൽസ്യം പൗഡർ, ഈച്ചയ്ക്കുള്ള മരുന്ന്, അങ്ങനെ വളരെ തുച്ഛമായിട്ടുള്ള മരുന്നുകൾ അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള മരുന്നുകൾ മാത്രമേ മൃഗാശുപത്രിയിൽ നിലവിലുള്ളൂ. അതിനൊരു മാറ്റം വരുത്തി നമുക്ക് കോമൺ ആയിട്ട് കണ്ടുവരുന്ന മേജറായിട്ടുള്ള ഇഷ്യൂസ് പരിഹരിക്കാനുള്ള മരുന്നുകളുടെ ലഭ്യത മൃഗാശുപത്രിയിൽ ഉറപ്പുവരുത്തണം എത്രയും വേഗം.
അതുപോലെ രാത്രി ഡ്യൂട്ടി ടൈമിന് ശേഷവും ഡോക്ടറുടെ സേവനം ലഭിക്കാത്ത അവസ്ഥ. രാത്രികളിൽ പ്രത്യേകിച്ച് പല ബ്ലോക്കുകളിലും രാത്രി ഡോക്ടർ സേവനം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ നമ്പറുകൾ പബ്ലിസിറ്റി ഉണ്ടെങ്കിൽ കൂടി നമുക്കത് പ്രായോഗികമാകാത്ത ചില സാഹചര്യങ്ങളുണ്ട്. അതുപോലെ ഡ്യൂട്ടി ടൈം മിക്ക മൃഗാശുപത്രികളിലും ഉച്ച 3 മണി വരെ ഡോക്ടറെ സർവീസ് ഉള്ളൂ. അതിന് ശേഷം വിളിച്ചാൽ ഫോൺ എടുക്കാൻ കൂടി വിമുഖത കാണിക്കുന്ന ഡോക്ടർമാരുള്ള മൃഗാശുപത്രികൾ നമ്മുടെ അറിവിലുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരമാർഗ്ഗം ഉടനെ കണ്ടെത്താനായിട്ടുള്ള ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. ഡോക്ടർമാരുടെ സേവനങ്ങൾ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ എക്സ്ട്രാ ഡോക്ടർമാരുടെ ഇതേപോലെ ഓവർ ടൈമായിട്ട് വർക്ക് ചെയ്യുക, രാത്രികാല സേവനങ്ങൾ നൽകാനായിട്ടുള്ള ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്താനായിട്ടുള്ള മെഷേഴ്സ് ഗവൺമെൻറ് എത്രയും വേഗം എടുക്കേണ്ടതാണ്. പിന്നെ വരുന്നത് കൃത്രിമ ബീജസങ്കലനം ചെയ്യുന്നതിലെ അശാസ്ത്രീയത. നേരത്തെ സൂചിപ്പിച്ചു, ചെന പിടിക്കാത്തതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ ഒരു കാരണമാണ്. ആർട്ടിഫിഷ്യൽ ഇൻസിമിനേഷൻ നടത്തുമ്പോൾ പാലിക്കേണ്ട താപനില കൺട്രോൾ ഉറപ്പാക്കാൻ ആവശ്യമായ സജ്ജീകരണങ്ങൾ ഉണ്ടാക്കുക. അതായത് അത് ഉദ്ദേശിക്കുന്നത് പല ഡോക്ടർമാരും ഇപ്പോൾ ഒരു കേസ് പുറത്ത് ഉച്ചയ്ക്ക് ശേഷമാണ് അവരുടെ ഇൻസിമിനേറ്റ് ചെയ്യാൻ വരിക. അപ്പോൾ അവർ പല കേസുകളും അറ്റൻഡ് ചെയ്തതിന് ശേഷം ഈ ഒരു ബോട്ടിലിൽ ഇട്ടിട്ടുള്ള ആ സ്ട്രോ അല്ലെങ്കിൽ കുത്തിവയ്ക്കാനുള്ള ബീജം ഇട്ട് അതിൻ്റെ എത്രത്തോളം ഉൽപ്പാദനക്ഷമത ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതായത് അത് തോന്നിയ സമയത്ത് എടുത്തിട്ട് ഇൻസുമിനേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അതിന് കൃത്യമായിട്ടുള്ള ലിവിങ് പീരീഡ് ഉണ്ട്. അതിനുള്ളിൽ തന്നെ കറക്റ്റ് സമയത്ത് ഇപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു പശു പുള മതി കാണിച്ച് രാവിലെ കാണിക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് ചെയ്യുകയാണെങ്കിൽ വൈകിട്ട് ചെയ്യുക, അല്ലെങ്കിൽ മാക്സിമം വൈകിട്ട് കാണുന്ന പുള കാണുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ചെയ്യുക. അങ്ങനെ ഒരു ടൈമിങ് കൃത്യമായിട്ട് കീപ്പ് ചെയ്യാനും നമുക്ക് കർഷകർക്കും സാധിക്കാറില്ല, ഡോക്ടറെ ലഭ്യത കുറവ് മൂലം. അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധ ഉറപ്പുവരുത്തണം. അത് ശാസ്ത്രീയമായിട്ടാണോ ആ ബീജം കുത്തിവയ്ക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതുപോലെ ബ്രീഡിംഗ് പോളിസി വലിയൊരു മാറ്ററാണ്. ബ്രീഡിംഗ് പോളിസി എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കേരളത്തിലെ മൃഗാശുപത്രിയിൽ ലഭ്യമായിട്ടുള്ള ഇൻസിമിനേഷൻ അല്ലെങ്കിൽ ബീജം എന്ന് പറയുന്നത് KLDB ബോർഡിൻ്റെയാണ്. അത് ഒരുപാട് പരിമിതികൾ കാലങ്ങളായിട്ട് നമുക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് കർഷകർ. നമുക്കൊരു വർഷം കഷ്ടപ്പെട്ട് കാത്തിരുന്നൊരു കുട്ടി ഉണ്ടാകുമ്പോൾ അത് എത്രത്തോളം ആ കുട്ടിയുടെ കാര്യക്ഷമത, അതായത് ഒരു കുട്ടി പ്രസവിക്കുമ്പോൾ തന്നെ അതിൻ്റെ തൂക്കവും അല്ലെങ്കിൽ ആ കുട്ടിയുടെ കളറും ജാതിയും ഒക്കെ അനുസരിച്ച് നമുക്ക് ഏകദേശം ഒരു രൂപ നമുക്ക് കിട്ടും. ആ കുട്ടി എത്രത്തോളം ഈൽഡ് കിട്ടുന്നത് ആ ഒരു കുട്ടിയായിരിക്കും എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ KLDBയുടെ കീഴിൽ ഇൻസിമിനേറ്റ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന കുട്ടികൾ വളരെ റയറാണ്. നല്ല കുട്ടികൾ കിട്ടുന്ന ബീജം NDDB അല്ലെങ്കിൽ ABS അത്തരത്തിലുള്ള ബ്രീഡിംഗ് സെമനുകൾ, ബ്രീഡിംഗ് പോളിസി റിവൈസ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി പ്രത്യേകം ഗവൺമെൻറ് ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. പിന്നീട് വരുന്നത് പ്രതിരോധ കുത്തിവയ്പ്പുകളാണ്. നിലവിൽ കുളമ്പ് രോഗത്തിന് മാത്രമാണ് ഇപ്പോൾ കൃത്യമായ സമയങ്ങളിൽ, അതും കൃത്യമായി എന്ന് പറയാൻ സാധിക്കില്ല, പല സാഹചര്യങ്ങൾ കൊണ്ടും ആ ഒരു കൃത്യനിഷ്ഠ ഉണ്ടാവാറില്ല. അതുപോലെ കുളമ്പ് രോഗത്തിന് മാത്രം പോരാ, പല അസുഖങ്ങളും ഇപ്പോൾ ഗൗരവമായ അസുഖങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അനാപ്ലാസ്മ, തൈലേറിയ തുടങ്ങിയ അസുഖങ്ങൾക്കും പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഉണ്ട് എന്നാണ് അറിഞ്ഞത്. അപ്പോൾ അത് കൂടി കൊണ്ടുവരാനുള്ള ഒരു സംവിധാനം ഗവൺമെൻറ് തലത്തിൽ എത്രയും പെട്ടെന്ന് ആലോചിക്കേണ്ടതാണ്. പിന്നീട് വരുന്നത് പദ്ധതികൾ. പലതരത്തിലുള്ള പദ്ധതികൾ ഗവൺമെൻറ് ആസൂത്രണം ചെയ്തിട്ട് നടപ്പിലാക്കുന്നുണ്ട് നിലവിൽ. അത് കുറേയൊക്കെ കർഷകർക്ക് ഉപകാരപ്രദമുള്ളതാണെങ്കിലും പല ന്യൂനതകളും ഇപ്പോഴും അഭിമുഖീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതിൽ ഒന്ന് പ്രധാനമായിട്ടും ഗവൺമെൻറ് ഒരു പദ്ധതി നമുക്ക് കർഷകന് തന്നു കഴിഞ്ഞാൽ അന്യ സംസ്ഥാനത്ത് നിന്ന് പശുക്കളെ കൊണ്ടുവരുന്ന ഒരു നിയമമാണ് പാസ്സാക്കാറ് അവർ. നിർബന്ധമായിട്ടും അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കേരളത്തിലെ പാലുൽപാദനം കൂട്ടണം, അല്ലെങ്കിൽ കേരളത്തിലെ പശുക്കളുടെ എണ്ണം കൂട്ടണം എന്നുള്ള ഒരു തിയറിയുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു ക്ലോസ് വെച്ചിട്ടുള്ളതെങ്കിൽ കൂടി നമുക്കിപ്പോൾ നിലവിൽ അങ്ങനെ ഒരു സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ 100 പശുക്കളെ കൊണ്ടുവന്നാൽ എങ്ങനെയായാലും ഒരു 75-80 പശു സക്സസ് ആയിരിക്കില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സർവേ പ്രകാരം നമുക്ക് മനസ്സിലാവുന്നത്. ബാക്കി 20 പശുവിനെ നമുക്ക് ഒരു പക്ഷേ നല്ലത് കിട്ടിയേക്കാം. അത് പല കാരണങ്ങളുണ്ട്. അത് യാത്ര മൂലമുള്ള സ്ട്രെസ്സ്, അല്ലെങ്കിൽ നമ്മുടെ കാലാവസ്ഥ, നമ്മുടെ തീറ്റ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി അങ്ങനെ കൊണ്ടുവരുന്ന 75-50% പശുക്കളും ഡെഡായി പോവുക, അല്ലെങ്കിൽ പാലുൽപാദനം കുറയുക എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ ഒന്നുകിൽ അങ്ങനെയുള്ള ഒരു പദ്ധതിയിൽ അന്യ സംസ്ഥാനത്ത് നിന്ന് കൊണ്ടുവരണം എന്ന് പറയുന്ന ഒരു ക്ലോസ് മാറ്റി ജില്ലാ അടിസ്ഥാനത്തിൽ പശുക്കളെ വാങ്ങുന്നതിനുള്ള ഫാമുകൾ ആരംഭിക്കുക സർക്കാർ തലത്തിൽ. അതായത് നല്ല പശുക്കളെ വളർത്തിയെടുത്ത് ഇത്ര ഈൽഡ് കിട്ടും, നല്ല ബ്രീഡായിട്ടുള്ള കുട്ടികളെയോ അല്ലെങ്കിൽ കറവ പശുക്കളെയോ ഗവൺമെൻറ് തലത്തിൽ വാങ്ങി ജില്ലാ അടിസ്ഥാനത്തിൽ പശുക്കളെ വാങ്ങുന്നതിനുള്ള ഫാമുകൾ ആരംഭിക്കുക.
പിന്നീട് വരുന്നത് കന്നുകാലികൾ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതികൾ നിലവിലില്ല. ചില സമയത്ത് വരും, ചില സമയത്ത് ഉണ്ടാവില്ല. ഇപ്പോൾ പ്രൈവറ്റ് കമ്പനികളാണ് കൊടുക്കുന്നത് എങ്കിൽ കൂടി വലിയ വലിയ പ്രീമിയം എമൗണ്ടാണ് നിലവിൽ ഇപ്പോൾ അവർ ഈടാക്കുന്നത്. 3000-4000 രൂപയാണ് ഒരു 50,000 രൂപയുടെ 60,000 രൂപയുടെ പശുവിന് ഒരു കൊല്ലത്തേക്ക് ഈടാക്കുന്നത്. സാധാരണ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചില സമയത്ത് ഗോരക്ഷ അങ്ങനെയുള്ള ചില പദ്ധതികൾ ഗവൺമെൻറ് ഈടാക്കാറുണ്ട്. 700 രൂപ 800 രൂപയ്ക്ക് ഉണ്ട്. പക്ഷേ കുറച്ച് വർഷങ്ങളായിട്ട് അങ്ങനെയുള്ള സ്കീമുകളുടെ അപര്യാപ്തത നിലവിലുണ്ട്. അപ്പോൾ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പുകളിൽ കന്നുകാലി ഇൻഷുറൻസ് പദ്ധതികൾ കുറഞ്ഞ പ്രീമിയം നിരക്കിൽ നടപ്പിലാക്കാനായിട്ട് വീണ്ടും ശ്രമിക്കേണ്ടതാണ്. ഇപ്പോൾ നടപ്പിലാക്കുന്ന ഈ ഇൻഷുറൻസ് സ്കീമിൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത് പശു ഡെഡായാലോ അല്ലെങ്കിൽ മേജറായിട്ടുള്ള 4 കാമ്പ് പോവുക അങ്ങനെയുള്ള മേജർ ഇഷ്യൂസിന് മാത്രമേ പോളിസി ക്ലെയിം കിട്ടുകയുള്ളൂ. എന്നാൽ അന്നത്തെ മീറ്റിങ്ങിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു പ്രധാന ആവശ്യം എന്ന് പറയുന്നത് നമുക്ക് സാധാരണ മനുഷ്യർക്ക് ചെയ്യുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി പോലെ ഓരോ അസുഖത്തിനും ഇപ്പോൾ പ്രധാനമായിട്ടും പനി അല്ലെങ്കിൽ പനിയല്ല ആനാപ്ലാസ്മ തൈലേറിയ തുടങ്ങിയ മേജറായിട്ടുള്ള ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എങ്ങനെയായാലും ഒരു മാക്സിമം 4000-5000 രൂപ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണ്. എന്നിട്ടും ആ പാല് പിന്നീട് റിട്രീവ് ചെയ്ത് കിട്ടാനുള്ള ബുദ്ധിമുട്ടും അത് വേറെ വശം. അപ്പോൾ ഓരോ രോഗങ്ങൾക്കനുസരിച്ചുള്ള ഇൻഷുറൻസ് നടപ്പിലാക്കാനായിട്ടുള്ള ഒരു അഭിപ്രായം കൂടി അന്നത്തെ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നു. അപ്പോൾ അസുഖത്തിനനുസരിച്ച് ഇൻഷുറൻസ് കൊടുക്കാനും കൂടി ഗവൺമെൻറ് തലത്തിൽ പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. പിന്നീട് ക്ഷീര കർഷകർ, ഈ പശുക്കളെ വളർത്തുന്ന ക്ഷീര കർഷകർക്കും ഇൻഷുറൻസ് ചില സമയത്ത് കൊടുത്തിരുന്നു. പ്രീമിയം കുറവുള്ള ഇൻഷുറൻസ് കൊടുത്തിരുന്നു ക്ഷീരസ്വാതന്ത്ര്യം പദ്ധതി പ്രകാരം. അത് ഇപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് വന്നിട്ടുള്ളത് അറിയാൻ സാധിച്ചത് ക്ഷേമനിധി അംഗങ്ങൾക്ക് മാത്രമുള്ള കർഷകർക്കാണ് അങ്ങനെയുള്ള പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്നാൽ എല്ലാ ക്ഷീര കർഷകർക്കും ഇങ്ങനെ ഗവൺമെൻറ് സബ്സിഡിയോടുകൂടി ഈ പ്രീമിയം തുക കുറച്ചുകൊണ്ട് എല്ലാ ക്ഷീര കർഷകർക്കും അവരുടെ ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമാക്കിയിട്ടും എടുക്കാനുള്ള ഒരു സാഹചര്യം ഗവൺമെൻറ് ഒരുക്കി കൊടുക്കണം എന്നുള്ളതും ഒരു അപേക്ഷയാണ്. പിന്നീട് വരുന്നത് പദ്ധതി തലത്തിൽ MSDP അല്ലെങ്കിൽ ക്ഷീരരാമം പദ്ധതികൾ ഗവൺമെൻറ് ക്ഷീരവികസന വകുപ്പ് മുഖാന്തരം നടപ്പിലാക്കുന്നുണ്ട്. അത്തരം പദ്ധതികൾക്ക് ചില ന്യൂനത എന്ന് പറയുന്നത് ഫോളോ അപ്പ് ആക്ഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ഈ പറഞ്ഞ പോലെ തമിഴ്നാട്ടിൽ നിന്ന് പശുക്കളെ കൊണ്ടുവരിക അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ആവശ്യാധിഷ്ഠിത ധനസഹായങ്ങൾ അനുവദിക്കുക തുടങ്ങിയ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ടെങ്കിലും അത്തരം പദ്ധതികളിലൂടെ നമ്മൾ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം ഒരിക്കലും ഫോളോ അപ്പ് ചെയ്യാറില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് അടിസ്ഥാന ആവശ്യം എന്ന് പറയുന്നത് പാലുൽപാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ അത് എത്രത്തോളം ഫലവത്തായി എന്നുള്ളത് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് എത്രത്തോളം നടപ്പിലായി റിസൾട്ട് കിട്ടി എന്നുള്ളതിന് പ്രത്യേക ഫോളോ അപ്പ് പദ്ധതികൾ നടപ്പിലാക്കാനും ഗവൺമെൻറ് തലത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നീട് വരുന്നത് ചില ആകസ്മികമായ നഷ്ടങ്ങൾ കർഷകനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാറുണ്ട്. അതായത് പെട്ടെന്നുള്ള മരണം, പശുക്കൾ പെട്ടെന്ന് പേയളകി മരിക്കുക അല്ലെങ്കിൽ ആക്സിഡൻ്റലായിട്ടുള്ള പെട്ടെന്ന് വീണ് മരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻഷുറൻസ് ഇല്ലാത്ത പശുക്കൾ മരിക്കുമ്പോൾ പണ്ട് മുൻകാലങ്ങളിൽ കണ്ടിജൻസി ഫണ്ട്, മാനേജറിയൽ അസിസ്റ്റൻസ് തുടങ്ങിയ ഹെഡുകളിൽ ചെറിയ എമൗണ്ട് 10,000 രൂപ 15,000 രൂപയൊക്കെ ക്ഷീരകർഷകന് നഷ്ടപരിഹാരം കിട്ടാറുണ്ട്. എന്നാൽ അടുത്ത കാലത്തായിട്ട് അത്തരം പദ്ധതികൾ ബ്ലോക്കാക്കിയിരിക്കുകയാണ്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. അടുത്തതായിട്ട് കർഷകന് അടിയന്തരമായ സഹായങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കർഷകർക്ക് ചില സാഹചര്യങ്ങൾ, അതായത് ചില കല്യാണം, മരണം അല്ലെങ്കിൽ അവനൊരു ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ നിലവിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അടുത്തുള്ള ഒരു ക്ഷീര കർഷകനെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സഹായിക്കാൻ പറ്റാത്തൊരു മേഖലയാണ് ഈ ക്ഷീരമേഖല എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടി അടിയന്തരമായിട്ട് ചില കൈത്താങ്ങ് നൽകുന്നതിന് വേണ്ടി പശുക്കൾക്കായിട്ട് ഹോസ്റ്റലുകൾ പോലെയുള്ള സംവിധാനം ആരംഭിക്കുക. ഒരു നിശ്ചിത കാലത്തേക്ക് പേയ്മെൻ്റായിട്ടോ അല്ലാതെയോ സഹായങ്ങൾ കൊടുത്തുകൊണ്ട് കുറച്ച് സമയത്തേക്ക് ആ കർഷകൻ്റെ ഒരു റിലാക്സേഷൻ കിട്ടുന്ന പീരീഡ് വരെ പശുക്കളെ നോക്കാനായിട്ടുള്ള ഒരു സംവിധാനം ഉടനടി ആരംഭിക്കേണ്ടതാണ്. അടുത്തതായിട്ട് ഗുണമേന്മയുള്ള പാലുൽപ്പന്നങ്ങളാണ്. ചെക്ക് പോസ്റ്റ് വഴി വരുന്ന, തമിഴ്നാട് വഴി വരുന്ന അന്യസംസ്ഥാന പാല് ഒരു ക്വാളിറ്റി പരിശോധന ഇല്ലാതെ എന്നുള്ള കാര്യം നമ്മൾ പല ന്യൂസുകളിലും പത്രങ്ങളിലൂടെയൊക്കെ വായിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഓണക്കാലം അല്ലെങ്കിൽ അതുപോലെയുള്ള ആഘോഷക്കാലങ്ങളിൽ. അപ്പോൾ അത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. പിന്നെ വരുന്ന പൊതുവായിട്ടുള്ള ചില കാര്യങ്ങളാണ് അന്ന് അഭിപ്രായങ്ങളായിട്ട് വന്നത്.
അതായത് ചാണകം, ഗോമൂത്രം എന്നിവയുടെ സംസ്കരണത്തിന് നൽകുന്ന പദ്ധതികളുടെ അപര്യാപ്തത. നിലവിൽ ഒരു സംവിധാനത്തിലും ഇത്തരം മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ട കാര്യങ്ങൾ ഗവൺമെൻറ് തലത്തിൽ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് ചാണകവും ഗോമൂത്രം നമുക്ക് അതിൽ പരിഹാര മാർഗങ്ങളായിട്ട് വന്നിട്ടുള്ളത് പഞ്ചായത്ത് തലത്തിലെ കൃഷി ആവശ്യങ്ങളായിട്ട്, അല്ലെങ്കിൽ കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട്, കൃഷി ഭവനുകളുമായി ബന്ധപ്പെട്ട് ഇത്തരം കർഷകരുടെ കയ്യിൽ നിന്ന് ചാണകം, ഗോമൂത്രം എന്നിവ ശേഖരിച്ച് ജൈവവള നിർമ്മാണ വിപണന യൂണിറ്റുകൾ ആരംഭിക്കാവുന്നതാണ്. അത് കർഷകനും ലാഭമാണ്, അതുപോലെ കൃഷിക്കാർക്കും അല്ലെങ്കിൽ ഇതിലിടപെടുന്ന ഏജന്റുമാർക്കും എല്ലാവർക്കും ഗുണകരമായ ഒരു കാര്യമാണ് ഈ ഒരു പോയിന്റ്. അതിനെന്തെങ്കിലും നടപടികൾ എടുക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് എടുക്കേണ്ടതാണ്. പിന്നീട് വരുന്ന പൊതുവായിട്ടുള്ള ഒരു ആവശ്യം എന്ന് പറയുന്നത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്താനാകാത്ത അവസ്ഥ. അതായത് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു അഗ്രി എൻ്റർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഒരു സംരംഭകത്വത്തിലേക്ക് ചില ഫാമുകാരെങ്കിലും കടന്നു വരാനായിട്ടുള്ള സന്നദ്ധത പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ ഉൽപ്പാദിപ്പിക്കുന്ന ഇത്തരം ഹോം മെയ്ഡായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഫാം മെയ്ഡായിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഈ നിലവിലെ ഈ മത്സരം അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു വിപണിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നമായിട്ട് ഉന്നയിച്ചിട്ടുള്ളത്. അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഈ വില കുറവായിട്ടും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പാക്കറ്റ് പാല് അല്ലെങ്കിൽ പാക്കറ്റ് തൈര്, നെയ്യ് അങ്ങനെയുള്ള കാര്യങ്ങൾ വില കുറവിൽ ക്വാളിറ്റി ഇല്ലാതെ തന്നെ നിലവിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഒരു പരിഹാരം അല്ലെങ്കിൽ ഒരു മോചനം എന്നുള്ള രീതിയിൽ ഗവൺമെൻറ് തലത്തിൽ തന്നെ സഹകരണ സ്ഥാപനങ്ങൾ, ജനകീയ ഹോട്ടലുകൾ തുടങ്ങിയ ഗവൺമെൻറ് തലത്തിലുള്ള സംരംഭങ്ങളിൽ അല്ലെങ്കിൽ അത്തരം ആവശ്യമുള്ള കാര്യങ്ങളിൽ ക്ഷീരകർഷകരിൽ നിന്നും ക്ഷീരസംഘങ്ങളിൽ നിന്നുമുള്ള പാലും പാലുൽപ്പന്നങ്ങളും ഉപയോഗിക്കുക അല്ലെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടികളെങ്കിലും മിനിമം എടുക്കാനുള്ള ഒരു സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അടുത്തത് കന്നുകാലികളുടെ ഒരു ക്രിമറ്റോറിയം. കന്നുകാലികളല്ല, കോമൺ ആയിട്ട് നമുക്കൊരു പെറ്റ് അനിമൽസിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രിമറ്റോറിയം കൂടി നമുക്ക് പറയാൻ സാധിക്കും. അതായത് പെട്ടെന്ന് നമ്മുടെ ഒരു പെറ്റിന് അല്ലെങ്കിൽ നമ്മുടെ പശുവിനോ ആടിനോ ഏതെങ്കിലും ഒരു മൃഗത്തിന് ഒരു ഡെഡ് കേസ് വന്നു കഴിഞ്ഞാൽ, ഒരു ചാവേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഓൾറെഡി കർഷകനെ സംബന്ധിച്ചിടത്തോളം മാനസികമായ ഒരു വിഷമത്തിലിരിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞ് അവിടെ തന്നെ ഒരു കുഴിയെടുക്കുക, JCB കൊണ്ടുവന്ന് കുഴിയെടുക്കുക, അതിനെ കുഴിച്ചിടുക എന്ന് പറയുമ്പോൾ അത് ഇരട്ടി വിഷമമാണ് കർഷകനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഗവൺമെൻറ് തലത്തിൽ പഞ്ചായത്തുകളിലോ അല്ലെങ്കിൽ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിൽ ക്രിമറ്റോറിയം എന്തെങ്കിലും ഒരു ശ്മശാനം ഇതിന് വേണ്ടിയിട്ട് അവർ ഗവൺമെൻറ് തലത്തിൽ തന്നെ വണ്ടി കൊണ്ടുവന്ന് കർഷകൻ്റെ അടുത്ത് വന്ന് ആ ചത്ത് കിടക്കുന്ന മൃഗത്തെ എടുത്ത് അതിനെ സംസ്കരിക്കാനുള്ള ഒരു ക്രിമറ്റോറിയം കൂടി ഗവൺമെൻറ് തലത്തിൽ നടപ്പിലാക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപേക്ഷ കൂടി അന്നത്തെ യോഗത്തിൽ വന്നിട്ടുണ്ട്. പിന്നീട് വരുന്ന പൊതുവായ വിഷയം മൃഗചികിത്സാ രംഗത്ത് രോഗനിർണയത്തിനുള്ള ലാബുകളുടെ അപര്യാപ്തത എന്ന് പറഞ്ഞത്. അതായത് ഇപ്പോൾ നിലവിൽ മേജറായിട്ടുള്ള ചില ചികിത്സകൾ, അതായത് അനാപ്ലാസ്മ, തൈലേറിയ അങ്ങനെയുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം മൃഗാശുപത്രി നിലവിലില്ല എന്നുള്ളതാണ്. പല മൃഗാശുപത്രികളിലും ലോക്കലായിട്ടുള്ള പഞ്ചായത്ത് തലത്തിലുള്ള മൃഗാശുപത്രികളിലും അത്തരത്തിലുള്ള ഒരു രോഗനിർണയത്തിനുള്ള സംവിധാനം ഇല്ല, ലാബുകൾ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ടൗണിലേക്ക് അല്ലെങ്കിൽ കാർഷിക യൂണിവേഴ്സിറ്റികളിൽ പോയി അത്രയും സമയം എടുത്ത് അത് പ്രായോഗികമായിട്ടുള്ള കർഷകനെ സംബന്ധിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ അതിന് പരിഹാര മാർഗം എന്നുള്ള നിലയ്ക്ക് ഒരു ബ്ലോക്കിലെങ്കിലും ഒന്ന് എന്നുള്ള ലാബ് ഗവൺമെൻറ് തലത്തിൽ നിർമ്മിക്കണം. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവും. അതുപോലെ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം 24 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 18 മണിക്കൂർ കൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഒരു അധ്വാനിക്കുന്ന വർഗം എന്ന് പറയുന്നത് ക്ഷീരകർഷകൻ തന്നെയാണ്. അപ്പോൾ നിലവിൽ തൊഴിലുറപ്പ് മേഖലയിൽ ക്ഷീരകർഷകരെ ചില മേഖലകളിൽ, അതായത് അർബൻ, അതായത് ടൗൺ ഏരിയകളിൽ, മുനിസിപ്പാലിറ്റി ഏരിയകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ വില്ലേജുകളുടെ അടിസ്ഥാനത്തിലുള്ള ക്ഷീര കർഷകരെ കൂടി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അവിടെ നിന്നും കൂടിയുള്ള ചില ഗ്രാൻറ്റുകൾ ഇത്തരം കർഷകർക്ക് ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കാനുള്ള കാര്യം കൂടി ഗവൺമെൻറ് ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. പിന്നെ വന്നിട്ടുള്ളത് കൃത്യമായ വിവരങ്ങൾ ഒരു സ്ഥലത്തിലും ഇല്ല. ഈ ക്ഷീരകർഷകരെ സംബന്ധിച്ച് അവരുടെ ഡാറ്റാബേസ് ഒരു പഞ്ചായത്തിലോ അല്ലെങ്കിൽ ബ്ലോക്കിലോ ജില്ലാ തലത്തിലോ കീപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത് പല കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗപ്പെടും. ഇപ്പോൾ പല തലത്തിലും ഗവൺമെൻറ് തലത്തിലും പാലുൽപാദനം കുറഞ്ഞു വരുന്നു എന്നുള്ളത് നമുക്ക് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് എത്രത്തോളം കർഷകർ മാറി, എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കാനായിട്ടുള്ള ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനം കൂടിയും ഗവൺമെൻറ് തലത്തിൽ നടപ്പാക്കേണ്ടതാണ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഭൂരിഭാഗവും. പക്ഷേ എങ്കിൽ കൂടിയും ഇതിൽ പെടുത്താത്ത കുറേ പ്രശ്നങ്ങൾ ഇനിയുമുണ്ട്.
മറ്റുള്ള സ്ഥലങ്ങളിൽ പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾ ഒരുപാട് ഉണ്ടായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ ഇതിനുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വേറെ മറ്റു തരത്തിലുള്ള പരിഹാര മാർഗ്ഗങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോ അറിയിക്കാനായിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷനായിട്ട് നമുക്ക് ലഭിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.